ആർക്കും ആരെയും വിവാഹം കഴിക്കാം, അപ്പന് മകളെ, അമ്മയ്ക്ക് മകനെ. അങ്ങനെ ഒരു നിയമം വരുമെങ്കിൽ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോണം. ഏത് സമയത്തും ഇന്റർനെറ്റ് കൊലപാതകം നടക്കാം. ഇസ്രായേലിനെ തന്നെ അമ്പരിപ്പിച്ച് അതിശയിപ്പിച്ച ഒരു സംഭവം. ചേർന്ന് സംഘടിച്ച ഒരു സംഘടനയുടെ പേരാണ് യൂറോപ്യൻ യൂണിയൻ. നിങ്ങൾ ഇന്നും പേപ്പറിലെടുത്താൽ കാണാം, യൂറോപ്യൻ യൂണിയൻ. അവരുടെ നാണയമാണ് യൂറോ. യൂറോപ്യൻ യൂണിയനിൽ ഇന്ന് 30 അംഗങ്ങളുണ്ട്. എന്നാൽ രജിസ്റ്റർ ചെയ്തത് 12 പേർ മാത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പ്രവചനത്തിൻ്റെ ഗൗരവം കേട്ടുകൊള്ളുക. ആ യൂറോപ്യൻ യൂണിയൻ സ്ഥാപിച്ചപ്പോൾ ട്രസ്റ്റിമാരായി ചേർന്നത് 12 രാജ്യം. ഞാൻ ആ രാജ്യങ്ങളുടെ പേര് 2 പ്രാവശ്യം പറയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലോകത്തിലെ ഏതെങ്കിലും പ്രശസ്തരായ രാജ്യമുണ്ടോ? സഹോദരിമാരുടെ ഭാഷയിൽ ഈർക്കിലിച്ചോല് പോലുള്ള 12 പേർ. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ഒരിക്കൽ കൂടി പറയാം: ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ചുക്ക് ചേരാത്ത കഷായമില്ല, അമേരിക്കയില്ലാത്ത പരിപാടിയില്ല. അവനെ 5 അയൽവക്കത്ത് അടുപ്പിച്ചിട്ടില്ല. ഏറ്റവും ലോകത്തിലെ ബിസിനസ് ടെക്നോളജി അറിയാവുന്ന ജപ്പാനില്ല. ലോകത്തിൽ സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് വിറ്റ് ലോകത്തിൻ്റെ മാർക്കറ്റ് പിടിച്ചെടുത്ത ചൈനയില്ല. സമ്പദ്ഘടന തകർന്നത് അന്ത്യകാല സംഭവമാണ്. എന്നിട്ട് പിടിച്ചു നിൽക്കുന്ന ഗൾഫിലെ ഷെയ്ഖുമാരില്ല. ലോകത്തിലെ ഏറ്റവും അധികം സംസ്കാരമുള്ള ഒറ്റ രാജ്യം, അത്രയും സംസ്കാരമുള്ള ഒരു രാജ്യവുമില്ല. ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയാൻ പോവുക: ഭാരതം. ഇന്ന് കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഒരു ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൻ്റെ മഹത്വം കേട്ടോണം. നമ്മുടെ തൊലിക്ക് നിറക്കുറവുണ്ടെന്നേ ഉള്ളൂ, അകത്ത് നിറവുണ്ട്. മറ്റുള്ള പുള്ളികൾക്ക് തൊലിക്ക് നിറവാ, അകത്ത് നിറവില്ല. ഇവിടെ 3 മതങ്ങളുണ്ട് പ്രധാനമായി: ഹൈന്ദവ മതം, ക്രൈസ്തവ മതം, ക്രിസ്തു മതം. ഇല്ലേ? ഈ 3 മതങ്ങളിൽപ്പെട്ടവരുടെയും വിവാഹം, ശവസംസ്കാരം, വീടിൻ്റെ പാലുകാച്ചൽ അല്ലെങ്കിൽ ഗൃഹപ്രവേശനം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വിവാഹം, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും ഭക്ഷണം കഴിക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നില്ലേ? ഒരു രാജ്യത്തുമില്ല. നോ. അപ്പം മരിച്ച വന്നു, ഒരു ബന്ധവുമില്ല. ഒന്ന്, അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ് സ്നേഹത്തോടും ബഹുമാനത്തോടും കാണുന്ന ഇന്ത്യ, ഈ രാജ്യമാകുന്ന ഇന്ത്യ ഇല്ല. യൂറോപ്പിൽ തന്നെ നല്ല രാജ്യങ്ങൾ വേറെയുണ്ട്: സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ. അവരാരുമില്ല. യൂറോപ്പിൽ തന്നെ നല്ല രാജ്യങ്ങൾ വേറെയുണ്ട്: സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ. അവരാരുമില്ല. ഒരിക്കൽ കൂടി ഞാൻ പേര് പറയാം: അച്ചിങ്ങാപ്പയർ പോലെ 12 പുള്ളികൾ. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. എന്താണെന്നറിയാമോ? ദൈവവചനത്തിൻ്റെ നിവൃത്തിയ ഈ 12 രാജ്യങ്ങൾ അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ, ഭക്ഷണ രീതിയുടെ, ഗൃഹനിർമ്മാണത്തിൻ്റെ, വസ്ത്രധാരണത്തിൻ്റെ തുടർച്ച. റോമൻ സാമ്രാജ്യത്തിലെ ഭക്ഷണ രീതി, റോമൻ സാമ്രാജ്യത്തിൻ്റെ വീട് നിർമ്മാണം, അവരുടെ വിവാഹ രീതി, അത് തന്നെ കോപ്പി ചെയ്ത 12 രാജ്യങ്ങൾ. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഇത് 10 ആകുമ്പോൾ എതിർ ക്രിസ്തു വരും. അവിടെയാണ് നമ്മുടെ വിഷയം. ഈ 12 രാജ്യങ്ങളിൽ ബെൽജിയവും ജർമ്മനിയും ഫ്രാൻസും ESCC എന്ന് പറഞ്ഞ ഒന്നായി. അവരെ ഒറ്റ സംഘടനയായി അറിയപ്പെടുന്നു. അപ്പോൾ 11. അടുത്തത് എന്താണ് കഴിഞ്ഞ വർഷം നടന്നത്? നമ്മുടെ കുട്ടികളൊക്കെ UK പോകുന്നില്ലേ ജോലിക്ക്? എങ്ങനെ വാതിൽ തുറന്നു? കഴിഞ്ഞ വർഷം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു ചാടി. ബ്രിട്ടാക്സ്, അവർക്ക് യൂറോപ്യൻ യൂണിയൻ വേണ്ട, അവർ പുറത്തു ചാടി. അതുകൊണ്ടാണ് അവിടുത്തെ മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളിലെ ജോലിക്കാരെല്ലാം അവരുടെ രാജ്യങ്ങളിലേക്ക് പോയതാണ്. മലയാളികൾക്കൊരു വാതിൽ തുറന്നതെങ്കിൽ കൃത്യം 10 രാജ്യമായത് നിങ്ങൾ കണ്ടോ? കറക്റ്റ് റോമൻ സാമ്രാജ്യത്തിന്റെ തുടർച്ചയായ 10
രാജ്യം 2023 നിലവിൽ വന്നെങ്കിൽ ആ തലമുറയിൽ ആ കാലത്ത് എതിർ ക്രിസ്തു ലോകത്തിൽ വരണമെങ്കിൽ ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരമാകുന്ന സഭ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടണം. അവന്റെ 10 രാജമുടി, എല്ലാം പറയാൻ സമയമില്ല. അതിൽ 6 രാജമുടി നടക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. ഇന്റർനെറ്റിൽ കൂടെ അവൻ ലോകത്തെ നിയന്ത്രിക്കും. നമ്മൾ നിങ്ങളുടെ എല്ലാം കയ്യിൽ, എൻ്റെയും കയ്യിൽ ഇന്റർനെറ്റ് ഇല്ലേ? ഏത് കാര്യം നോക്കിയാലും ഇന്റർനെറ്റ് കിട്ടുകയല്ലേ? ഒരു ഹോസ്പിറ്റലിലെ ഫോൺ നമ്പർ വേണോ? അടിച്ചാൽ കൈ കിട്ടും. ഇന്റർനെറ്റിൽ ലോകത്തെ മുഴുവൻ ഒന്നാക്കിയപ്പോൾ നമുക്ക് സൗകര്യമുണ്ടെങ്കിലും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ, 13:1 വായിച്ചേ. 10 രാജമുടി, വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇംഗ്ലീഷിൽ അതിന് വേറൊരു വാക്കുണ്ട്, ബ്രൈഡൽ ക്രൗൺ. ഇത് യഹൂദന്മാരെ ആണ് ഈ പാരമ്പര്യം തുടങ്ങിയത്. അതൊന്ന് ലോകത്തിൽ സകല ജനതകളും ചെയ്യുന്നു. രാജമുടി ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് കൊണ്ടുപോകുമ്പോൾ ആ പെൺകുട്ടിയുടെ തലയിൽ അണിയുന്ന ആ അലങ്കാര വസ്തുവിൻ്റെ പേരാണ് രാജമുടി. അത് അണിയിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ വിവാഹത്തിന് ഒത്തിരി എല്ലാ പെൺകുട്ടികളും ഒരുങ്ങിയേ വരത്തുള്ളൂ വിവാഹത്തിന്, അല്ലേ? എല്ലാ കുട്ടികളും സുന്ദരികളായിട്ട് വരും. അന്നത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന വധു മണവാട്ടിയേക്കാൾ സുന്ദരി പിള്ളേർ വേറെ കാണും. പക്ഷേ അത് പറയുന്നത് ഇന്നത്തെ സുന്ദരി ഇവളെ നിങ്ങൾ നോക്കണം. അതിനാണ് ഈ തലയിൽ ഈ രാജമുടി. ഇതും വെച്ച് വിവാഹത്തിന് പോയവരല്ലേ വിളിക്കുന്ന വിവാഹിതരായ സഹോദരിമാർ, ഇല്ലേ? ഇതും വെച്ച് വിവാഹത്തിന് പോകാൻ സ്വപ്നം കണ്ടിരിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിൽ ഇല്ലേ? അതാണ് രാജമുടി. ഇവന് 10 രാജമുടിയിൽ 6 കൺട്രോൾ ചെയ്യാൻ ഇന്റർനെറ്റ് വേണം. അതിൽ 5 നടത്തിക്കഴിഞ്ഞു, 1 ബാക്കിയുണ്ട്. അതുകൂടെ ശരിയായാൽ അടുത്ത ദിവസം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. ഇന്നൊരു അമ്മച്ചിയുടെ ബോഡി കർത്താവിന്റെ ദാസൻ അടക്കി ആ അമ്മച്ചി ആദ്യമേ ഉയർക്കും. അതോടെ ഞാനും നിങ്ങളും രൂപാന്തരപ്പെടും. അവന്റെ 1ാമത്തെ രാജമുടിയാ വായിച്ചു കേട്ടത്. സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. അവൻ പ്രധാനമായി ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കണമെങ്കിൽ ഇന്റർനെറ്റ് ആവശ്യമാണ്. അവൻ അവിടെ ഇരുന്ന് നിയന്ത്രിക്കും. നമ്മളുടെ എല്ലാ കയ്യിൽ ഇന്റർനെറ്റിന്റെ പടവില്ലേ? എൻ്റെ ഫോൺ ഇപ്പോൾ തുറന്നാൽ കോട്ടയത്തെ അടുത്തുള്ള ഞാൻ താമസിക്കുന്ന വീടിൻ്റെ എൻ്റെ അടുത്തുള്ള എൻ്റെ ചർച്ചിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഇരുന്ന് ഓൺ ചെയ്താൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഏത് വണ്ടി രാത്രി പോയാലും അതിൻ്റെ നമ്പർ എനിക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. കാരണം എൻ്റെ ചർച്ചിൻ്റെ മുൻപിൽ കിടക്കുന്ന സ്ഥലത്തെ ആവശ്യമില്ലാത്ത ആളുകൾ വരികയോ ആവശ്യമില്ലാത്ത അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുകയോ ആവശ്യമില്ലാത്ത വേസ്റ്റ് കൊണ്ടിടുകയോ ചെയ്യാതിരിക്കാൻ ഞാൻ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഞാൻ പൈസ കൊടുത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഈ കർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് രാത്രി 10 മണിക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി അവിടെ വന്ന് ചവിട്ടി നിർത്തി. ഞാൻ ഉടനെ വലുതാക്കിയപ്പോൾ നമ്പരും കിട്ടി. പക്ഷെ അവരൊന്നും ചെയ്തില്ല, ചവിട്ടി നിർത്തിച്ചു പോയി. ഈ ചെറിയവനായി എനിക്ക് 25,000 രൂപ മുടക്കിയപ്പോൾ കോട്ടയത്തുള്ള എൻ്റെ ചർച്ചിൽ രാത്രി 10 നടന്ന സംഭവം എൻ്റെ ക്യാമറയിൽ കിട്ടിയെങ്കിൽ ഇന്റർനെറ്റിൽ കൂടി ലോകത്തിലുള്ള സകല ആളുകളെയും അവൻ നിയന്ത്രിക്കും. നമ്മളാരും ഇവിടെ കാണത്തില്ല, കാണാൻ പാടില്ല. നമ്മൾ സ്വർഗത്തിൽ തേജോമയനായി ദൈവത്തെ സന്തോഷത്തോടെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് കേട്ടോണം, വെളിപ്പാട് 13:5. വെളിപ്പാട് 13:5. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. ലോകത്തിലെ സകല ജനങ്ങളോടും അവൻ നേരിട്ട് അവരവരുടെ ഭാഷയിൽ സംസാരിക്കും. മലയാളിയോട് മലയാളത്തിൽ, സായിപ്പിനോട് ഇംഗ്ലീഷിൽ, ജപ്പാൻകാരനോട് ജപ്പാൻ ഭാഷയിൽ, തമിഴ് സഹോദരനോട് തമിഴിൽ, തെലുങ്കിനോട് തെലുങ്കിൽ, അവനവന്റെ ഭാഷയിൽ അവൻ സംസാരിക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞു ടെക്നോളജി. അതിന്റെ പേരാണ് വോയിസ് ട്രാൻസ്ലേറ്റിംഗ് ടെക്നോളജി. നിങ്ങളെ ആരെങ്കിലും മലയാളം TV-യിൽ ജോയിസ് മേയറുടെ മലയാളം പ്രസംഗം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? പുറകിലാണ് പലരും, പല സഹോദരന്മാരും കൈവക്കി. പ്രൈസ് ദി ലോർഡ്.
അവരൊക്കെ ജോയ്സ് മേയറുടെ പ്രസംഗം പച്ച മലയാളത്തിൽ കേട്ടതാ. ആ മദാമയ്ക്ക് മലയാളം അറിയാൻ മേല, കേരളവും അറിയാൻ മേല, എവിടെയാ കേരളമൊന്നും അറിയാൻ മേല. എങ്ങനെ ഇതാ മിഷ്യൻ അവരവിടെ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ മിഷ്യൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിൽ ലോകത്തിലെ സകല ആളുകളോടും അവൻ സംസാരിക്കുന്നത് ഈ കമ്പ്യൂട്ടർ അവന്റെ ട്രാൻസ്ലേറ്റിംഗ് സംവിധാനത്തിൽ നേരിട്ട് സംസാരിക്കും. ആരുടെ മുട്ട കൂട്ടിയിടിക്കാത്ത വെറുതെ അല്ല, അന്ന് ജീവിക്കുന്നയാളിനെ പേര് വിളിക്കും. അന്ന് ജീവിക്കുന്നയാളിന്റെ പേര് വിളിച്ച് സംസാരിക്കും. രണ്ടാമത്തെ രാജമുടി, ചിലത് മാത്രം ഞാൻ പറയാം, സമയം ലാഭിക്കുവാൻ. അടുത്തത് വെളിപ്പാട് പുസ്തകം 13:14 ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 13:14. മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഒന്നുകൂടെ വായിച്ചേ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും, അവിടെ മുതലൊന്ന് വായിച്ചേ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഒരു സയൻസും ഇല്ലാഞ്ഞപ്പോൾ യോഹന്നാൻ ആത്മാവിൽ എഴുതി, ഭാവിയിൽ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാം. നിങ്ങളുടെയും എന്റെയും കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടർ, എന്റെയും നിങ്ങളുടെയും മൊബൈൽ, 2027-28 എന്നൊരു ലോകമുണ്ടെങ്കിൽ നമ്മളന്നിവിടെ കാണാൻ പാടില്ല, കാണത്തുമില്ല. അതിന് ജീവൻ കിട്ടും. അതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കേരളത്തിൽ പോലും അതിൻ്റെ കോഴ്സുണ്ട്. കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടും. കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടും. അന്ന് കമ്പ്യൂട്ടർ തുറന്നാൽ സംസാരിക്കും. എത്ര ഭയങ്കരമാണെന്ന് നോക്കിക്കേ. ഈ കൊറോണ എല്ലാം വന്നു കഴിഞ്ഞപ്പം ഈ സൂം മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്തു. കൊറോണ എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും പലരും പള്ളിയിലും പോകത്തില്ല, ആരാധനയ്ക്ക് ഹോളിലും വരത്തില്ല, അവർ സൂമിലിരിക്കുക. ഈ സൂം എന്ന് പറയുന്ന അന്നത്തേക്ക് അത് ആവശ്യമാണ്. എന്താണെന്നറിയാമോ? നമുക്കാർക്കെങ്കിലും സുഖമില്ല, ബെഡ് റെസ്റ്റ് എടുക്കുന്നു എങ്കിൽ ഡോക്ടർ പറയും ബാത്റൂമിൽ പോകണമെങ്കിൽ വീഴാതെ പോകണ ഒരു വാക്കർ പിടിച്ചോളാൻ പറയും, അല്ലേ? അച്ചായന്മാരും അമ്മച്ചിമാരോ അസുഖക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തവരോ കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ബാത്റൂമിൽ പോകാൻ സൂക്ഷിച്ചു പോയില്ലേ ഉള്ളതോടെ കുഴപ്പമാണ്, അതിനൊരു വാക്കർ കൊടുക്കും, ഇല്ലേ? എന്തിനാ? ബാത്റൂമിൽ പോകാൻ. എല്ലാ സുഖമായി കഴിഞ്ഞ് വാക്കറും പിടിച്ചുകൊണ്ട് ആരെങ്കിലും നടക്കുമോ? കൊറോണ വന്നപ്പോൾ ഫസ്റ്റ് പരിപാടിയായിരുന്നു. എന്നോടൊരു അച്ചായൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞാനിപ്പോഴും പാസ്റ്റർ സൂമിലാണ്. അപ്പം ഞാൻ അച്ചായനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അന്ന് അച്ചായൻ നിർത്തി പരിപാടി. എന്താണെന്നറിയാമോ? അന്ന് സൂം തുറക്കുമ്പോഴും അന്നത്തെ മൊബൈലിലും എതിർ ക്രിസ്തുവിൻ്റെ രൂപം, സംസാരിക്കുന്ന രൂപം പ്രത്യക്ഷമാകും. അതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കമ്പ്യൂട്ടർ തുറന്നാൽ, മൊബൈൽ തുറന്നാൽ, TV തുറന്നാൽ, ശ്രദ്ധിച്ചേ, അവൻ്റെ വെറും പടം സിനിമ കാണുന്നത് പോലല്ല, പിക്ചർ കാണുന്നത് പോലല്ല, TV കാണുന്നത് പോലല്ല. അതിനകത്തിരുന്ന് ജീവനോടെ പച്ചയ്ക്ക് പച്ചവൻ പേര് വിളിക്കും. പേര് വിളിച്ചിട്ടിപ്പോൾ ഒരു നിയമം പറയും. എന്ത്? ഞാൻ വിളിക്കുമ്പോൾ എന്നെ നമസ്കരിക്കണം. അവൻ്റെ ആവശ്യം എല്ലാവരും അവനെ നമസ്കരിക്കണം. അവൻ ദൈവമാകണം. അവൻ തമ്പുരാൻ്റെ ഇരിക്കൽ ചെന്നില്ലേ, കർത്താവിൻ്റെ ഇരിക്കൽ എന്നെ നമസ്കരിക്കാൻ. ഈ നിയമം അവൻ കൊണ്ടുവരും. ഒരിക്കൽ കൂടി വായിക്കാം. മൃഗത്തിന്റെ പ്രതിമയെ 13:14. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ, നോക്കിക്കേ, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. ഇത്ര കൃത്യമായി സംഭവം. അവൻ യെരുശലേമിൽ ഇരിക്കുന്നു. ഒരു വ്യക്തി ഇന്ത്യയിലോ അമേരിക്കയിലോ ഇരിക്കുന്നു. ഈ ഗ്രാമത്തിലുള്ളൊരു വ്യക്തി, എൻ്റെ ഗ്രാമത്തിലുള്ളൊരു വ്യക്തി നമസ്കരിച്ചില്ല എന്ന് എങ്ങനെ അവൻ അറിയും? സയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. 2020 മുമ്പേ ഞാൻ പറഞ്ഞ യൂറോപ്യൻ യൂണിയന്റെ അതിശക്തമായ ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. അതിൻ്റെ പേരാണ് യൂറോപോൾ.
ആ സംഘടന നമ്മുടെ ഇന്ത്യ മുതൽ അവർക്ക് ബന്ധമുള്ള സകല രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തു. 2022 ഡിസംബർ മുതൽ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോണം. ഏത് സമയത്തും ഇന്റർനെറ്റ് കൊലപാതകം നടക്കാം. ഒരു വാടക ഗുണ്ടായും വേണ്ട, തോക്കും വേണ്ട, കത്തിയും വേണ്ട, വാളും വേണ്ട. ഇന്റർനെറ്റ് വഴി ഹാക്കേഴ്സിനെ കയറ്റിവിട്ടാൽ പൊട്ടിത്തെറിക്കും, ആൾ മരിക്കും. എങ്ങനെ പൊട്ടിത്തെറിക്കും? നിങ്ങളുടെ തൊട്ടടുത്തുള്ള പട്ടണമല്ലേ നെടുമങ്ങാട്. അവിടെ ചെന്നാൽ അവിടുത്തെ നല്ല അറിയപ്പെടുന്ന നല്ല ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു ജൗളിക്കടയിലോ നിങ്ങൾ കയറുമ്പോൾ അതിൻ്റെ എൻട്രൻസിൽ ഒരു കണ്ണാടി കൊണ്ടുള്ള കതകല്ലേ. അവിടെ ഏതെങ്കിലും വാച്ച്മാൻ ഉണ്ടോ തുറന്നു തരാൻ? ഇല്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം എങ്ങനെ തുറന്നു കിട്ടുന്നു? നമ്മുടെ ഷെയ്ഡ് സെൻസർ ചെയ്യും. അതെ, ഇത്ര അടി അകലത്തിൽ ഒരു ഷെയ്ഡ് ചെല്ലുമ്പോൾ സെൻസർ ചെയ്ത് തുറക്കും. ഇതുപോലെ അന്ന് കമ്പ്യൂട്ടറോ മൊബൈലോ തുറക്കുമ്പോൾ വീണ് നമസ്കരിക്കുന്ന, കുമ്പിടുന്ന, ഷെയ്ഡ് വരാത്തതെല്ലാം പൊട്ടിത്തെറിക്കും. എന്നാൽ ഇന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ തേജസ്സിന്റെ ശരീരവുമായി സ്വർഗത്തിൽ. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു രാജമുടി കൂടെ പറയാം. ബാക്കിയുണ്ട്, സയൻസാ എടുക്കുന്നില്ല. ഒരു രാജമുടി പറയുന്നതിന് കാരണം അത് മാത്രം 60% ആയിട്ടുള്ളൂ. അത് 100% അന്ന് എൻ്റെ കർത്താവ് വരും. ഒരു ടെക്നോളജി സയൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല കാര്യത്തിനാണ് കണ്ടുപിടിക്കുന്നത്. ആ ടെക്നോളജിയുടെ പേരാണ് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. എന്താണെന്ന് കേട്ടോണം. ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ദൈവദാസൻ രാജപാസ്റ്ററെ ഞാൻ ജസ്റ്റ് പറയുക, നിങ്ങൾക്ക് മനസ്സിലായി അല്ല വേണ്ട. നമ്മുടെ വിക്ടർ ഇവിടുത്തെ ഒരു കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകാരനാണ് സങ്കല്പിക്കുക. സയൻസ് പറയുന്നതാണ്. വിക്ടർ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്, AG-യുടെ. അദ്ദേഹത്തെ ഞാൻ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒരു ദിവസം 2000 കോടി രൂപ ബിസിനസ് ഉള്ളൊരു മുതലാളി. അദ്ദേഹത്തിൻ്റെ 2000 കോടി രൂപയുടെ മുഴുവൻ ബിസിനസ്സിൻ്റെയും ടെക്നിക്ക് അറിയാവുന്ന ആളാണ് ദാനിയേൽ എന്ന് പറയുന്നത്. അദ്ദേഹം പാസ്റ്ററാ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഈ വിക്ടറിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ടല്ലോ ഒരു ടെക്നോളജി. ആ ടെക്നോളജി അറിയാവുന്ന ആളാണ് ദാനിയേൽ. ബിസിനസ് ഭംഗിയായിട്ട് നടക്കുന്നു. 2000 കോടിയുടെ ബിസിനസ്സാണ്. ഇദ്ദേഹമാണത് കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമനായി ഞാൻ നോക്കിയപ്പം വിക്ടറിൻ്റെ ബിസിനസ് ഏറ്റവും നല്ല കയറിപ്പോകുന്നു. എനിക്കത് പിടിച്ചെടുക്കണം. എന്താണ് അതിൻ്റെ മർമ്മം? ഓരോ ബിസിനസ്സിനും ഓരോ മർമ്മമുണ്ട്. നമ്മൾ കഴിക്കുന്ന KFC, കെൻഡക്കി ഫ്രൈ ചിക്കൻ, അതിൻ്റെ മസാല എന്താണ്? അമേരിക്കയിലെ കെൻഡക്കിയിലെ അത് ആർക്കും അറിയാൻ മേല. നമ്മൾ കുടിക്കുന്ന 30 രൂപയുടെ കൊക്കക്കോള, അതിൻ്റെ എന്താ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അവർ പറഞ്ഞു തരത്തില്ല. ഇതുപോലെ വിക്ടറിൻ്റെ 2000 കോടി രൂപയുടെ ബിസിനസ്സിൻ്റെ ഒരു മർമ്മമുണ്ട്, ഒരു രഹസ്യം. അത് ദാനിയേലിനറിയാം. ഞാൻ അദ്ദേഹത്തിന് ഒരു 500 കോടി രൂപ കൊടുത്ത് അദ്ദേഹത്തെ പാട്ടിലാക്കിയാൽ ആ സംഗതി ഞാൻ പിടിച്ചെടുത്താൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ പൊട്ടിക്കാം. ഇതിനാ സയൻസ് ചെയ്യുന്നത്. പക്ഷെ സാത്താൻ്റെ ഒരു പരിപാടി ചെയ്യുമ്പോൾ എന്നാ അറിയാവോ? ഈ പറയുന്ന ദാനിയേലിൻ്റെ കയ്യിൽ ഒരു ചിപ്പ് വെച്ചാൽ ആ ചിപ്പ് വഴി ദാനിയേലിൻ്റെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ വലിച്ചെടുത്ത് എനിക്ക് കിട്ടും. റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ന്യൂറോ എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ സിസ്റ്റം. ദൂരെ ഇരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഒരു ചിപ്പ് വെച്ചാൽ ഇത് മുഴുവൻ വലിച്ചെടുത്താൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്ത എന്തെന്നറിയാം. ഇവനെ വെളിപ്പാട് 13:10 പറയുന്നു, സകലരെയും അവൻ അടിമയാക്കും. എല്ലാവരുടെയും കയ്യിൽ ചിപ്പ് വെക്കും. വെളിപ്പാട് 13:16 നിങ്ങൾക്കതറിയാമല്ലോ. ആ ചിപ്പ് വഴി അവൻ സകലരുടെയും ചിന്തകളെ കൺട്രോൾ ചെയ്യും. മാത്രമല്ല ഇനി വേറൊരടി തമ്മിലടിപ്പിക്കാൻ. ഭാര്യയുടെ മനസ്സിലെ ചിന്ത മുഴുവൻ ഭർത്താവ് പറഞ്ഞ അടി നടക്കുവോ? ഭർത്താവിൻ്റെ മനസ്സിലെ ചിന്ത ഭാര്യ അറിഞ്ഞ അടി നടക്കുവോ? സമാധാനം എടുത്തു കളയാൻ ഇത് സംഭവിക്കാൻ പോകുന്നു. ഏതാണ്ട് 70% ഈ രാജമുടികളൊക്കെ തയ്യാറാകുമ്പോൾ മറുഭാഗത്തൊരു സംഭവം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. യഹൂദനോടെ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. കാരണം ഇവർ സമ്മതിച്ചു, നിങ്ങൾ പോയാൽ പിന്നെ ഞാൻ കസേരയോടെ പ്രസംഗിക്കേണ്ടത്. യഹൂദന്മാർക്കെല്ലാം അറിയായിരുന്നു യേശു ദൈവപുത്രനാണെന്ന്.
വ്യക്തമായിട്ടറിയാം മത നേതാക്കന്മാർക്ക്. കാരണം പ്രവചനങ്ങൾ അവർക്കറിയാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം മാത്രം ഒന്ന് വേഗം വായിച്ച്. മത്തായിയുടെ സുവിശേഷം അത് ശ്രദ്ധിച്ചത് കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഹെരോദാവിൻ്റെ കാലത്തെ വായിച്ചാട്ടെ. മത്തായി 2:1 മുതൽ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കു നിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇതെങ്ങനെ അറിഞ്ഞവര്? നക്ഷത്രത്തിൽ ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു വന്നിരിക്കുക. അവിടെങ്ങും ഫ്ലെക്സ് ഒന്നുമില്ല നക്ഷത്രത്തിൽ യഹൂദന്മാരുടെ രാജാവെന്ന്. ഇവർ 2 വർഷം യാത്ര ചെയ്തു. യാത്ര 1 വർഷം. കാരണം നക്ഷത്രം രാത്രിയിലേ ഉള്ളൂ, പകൽ അവർ ഉറങ്ങും. രാത്രിയിൽ അവർ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യും, നക്ഷത്രം നീങ്ങും. അങ്ങനെ ബേത്ലഹേമിന് സമീപം യെരൂശലേമിൽ വന്നപ്പോൾ നക്ഷത്രത്തിന് ചലനമില്ല. ഇവർ അറിവുള്ളവരാ, വിദ്വാൻമാരാ. ഈ നക്ഷത്രം ചലിക്കുന്നില്ല, അവിടെ നിൽക്കുക. അപ്പോൾ മനസ്സിലായി ഇവിടെയാണ് രാജാവ്. അന്വേഷിച്ചു, ഇവിടെ ആരാ താമസിക്കുന്നത്? യഹൂദന്മാർ. അതുകൊണ്ടാണ് ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അടുത്തത് കേട്ടോണം. ഒരു രാജാവ് ജനിക്കുന്നത് സ്വാഭാവികമായും രാജകൊട്ടാരത്തിലാണ്. അതുകൊണ്ടാണ് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നത്. അത് കേട്ട് ഹെരോദാവ് ഞെട്ടിപ്പോയി. വേറൊരു രാജാവ് ജനിച്ചത്. അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. വേറെ രാജാവ് വരുന്നു. അടുത്ത വാക്യം നിങ്ങൾ കേട്ടോണം. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെ, നാട്ടുകാരെ അല്ല, ഇന്നത്തെ ഭാഷ പറഞ്ഞ സെൻട്രൽ പാസ്റ്റർമാരെയും പാസ്റ്റർമാരെയും എല്ലാം വരുത്തി. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെ എല്ലാം വരുത്തി, ശാസ്ത്രിമാരെ വരുത്തി. ചോദ്യം, അടുത്ത വാക്യം. ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. നോക്കിക്കേ, വിദ്വാൻമാർ ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹെരോദാവിന്റെ ചോദ്യം, ക്രിസ്തു എവിടെ? അതിന്റെ അർത്ഥം അവർ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചു. അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം. അവർ അവനോട് യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ, യഹൂദിയ ദേശത്തിലെ ബെത്ലഹേമേ, മതി, ഞങ്ങൾ 2 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് പറയാവുന്നല്ല. റെഡി ആൻസർ. ഞങ്ങൾക്കറിയാം, ബെത്ലഹേമിൽ 500 വർഷം മുമ്പേ മീഖാ പ്രവാചകൻ എഴുതി അവൻ ബെത്ലഹേമിൽ ജനിക്കും. 700 വർഷം മുമ്പേ യെശയ്യാവ് എഴുതി കന്യക ഗർഭിണിയായി പ്രസവിക്കും. 600 വർഷങ്ങൾക്ക് മുൻപേ യെരമ്യാവ് എഴുതി 31:15 ഇവൻ ജനിച്ചാൽ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ തലയറക്കും. നോക്കിക്കേ, പ്രവചനം ഇവർക്കറിയാം ഇതെല്ലാം. എല്ലാ രാജാക്കന്മാരും കുതിരപ്പുറത്തെ. ഇവൻ ജനിക്കുന്നതിന് 600 വർഷം മുൻപേ സക്രിയാവ് എഴുതി, സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി വരും. ഏറ്റവും മാർമികം, ദൈവമക്കളെ, യഹൂദന്മാരുടെ വിനിമയ നാണയം വെള്ളിക്കാശായിരുന്ന കാലത്തെ, യേശു ജനിക്കുന്നതിന് ശേക്കലായിരുന്ന കാലത്ത് അവരുടെ പരമ്പരാഗത നാണയമാണ് ശേക്കൽ. യഹൂദന്മാരുടെ നാണയം ശേക്കലായിരുന്നപ്പോൾ യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് സക്രിയാവ് എഴുതി 11:12 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. നാണയം മാറും, നിങ്ങളുടെ നാണയം മാറും, റോമൻ നാണയം വരും, അത് 30 വെള്ളിക്കാശിൽ ഒറ്റി. ഈ 5 കാര്യത്താൽ യഹൂദന്മാർക്കറിയായിരുന്നു യേശു ദൈവപുത്രനാണ്. എന്നാൽ എന്തിനു ക്രൂശിച്ചെന്നറിയാവോ? കാരണം അവരെ നിശിതമായി വിമർശിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, പകരം മറ്റൊരുത്തനാരാ? എതിർ ക്രിസ്തു വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. നിങ്ങൾ വളരെ ചുരുക്കി ഞാൻ പറയാം, ഈ 2023 ഇസ്രായേലിനെ തന്നെ അമ്പരിപ്പിച്ച് അതിശയിപ്പിച്ച ഒരു സംഭവം. ഏത് രാജ്യത്തു നിന്നും ചെല്ലുന്ന യഹൂദന്മാരെ സ്വീകരിക്കാൻ ഒരു സംഘടനയുണ്ട്, റോഷ് ഹോഷന്ന എന്ന് പറയും. അവർ പ്രസ്താവന വായിച്ചതാണ്, ഞാൻ പറയുന്നത് കേട്ടുകൊള്ളുക. 93 രാജ്യങ്ങളിൽ നിന്നും യഹൂദന്മാർ ചെല്ലുന്നു. അതെല്ലാം നമ്മുടെ ഇന്ത്യ, ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെല്ലുന്നത്. എന്നാൽ അവരെ അതിശയിപ്പിക്കുന്നു. ലോകത്തിലെ അതിസമ്പന്നമായ 4 രാജ്യങ്ങളിൽ നിന്നും 10,000-കണക്കിന് യഹൂദന്മാർ കഴിഞ്ഞ വർഷം എല്ലാം ഇട്ടേച്ച് ഇവിടെ വന്നിരിക്കുന്നു. എവിടെ? പലസ്തീനിൽ കുടിയേറി. കാരണം സൂമിൽ കൂടെയും
മറ്റ് മാധ്യമങ്ങളിൽ കൂടെയും യഹൂദ റബിമാർ അവരെ പഠിപ്പിക്കുന്നു, പ്രവചനം വെച്ച് നമ്മുടെ മശിഹ വരുന്നു. ഇത് കേട്ട് ആവേശം കണ്ടിട്ട് ലോകത്തിലെ അതിസമ്പന്ന രാജ്യമായ കാനഡ, അമേരിക്ക, ഫ്രാൻസ്, UK ഈ 4 രാജ്യങ്ങളിൽ നിന്നും 10,000-കണക്കിന് യഹൂദന്മാർ കഴിഞ്ഞ ഈ 2 മാസം മുമ്പ് നടന്ന സംഭവമാണ്. സാധാരണക്കാരല്ല, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, ടെക്നോളജി പഠിച്ചവർ, ബഹുമുഖ പ്രതിഭകൾ അവിടുത്തെ മുഴുവൻ സ്വത്തുക്കൾ വിട്ടും വെച്ച് അവർ മാതൃരാജ്യത്ത് വന്നേച്ച് പറയുകയാണ്, ഞങ്ങളുടെ മശിഹ വരുന്നു. മശിഹ രാജ്യം സ്ഥാപിക്കുമ്പോൾ മശിഹയെ സഹായിക്കാൻ ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ അവർക്ക് കൊടുക്കും. നോക്കിക്കേ, ഇവിടെ 10 രൂപ സ്വോത്രകാഴ്ചയിടാൻ പിതുക്കുന്ന അച്ചായന്മാരുള്ളപ്പം അവിടെ പറയുകയാണ്, ഞങ്ങളുടെ കഴിവ് ഞങ്ങളുടെ മശിഹയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ആവേശം. മോളെ, പുറപ്പാട് പുസ്തകം 30 വായിച്ചേ. റബിമാര് ഒരു വാക്യം വായിച്ചിട്ട് ഗവൺമെന്റിന് ഈ വെറും മാസങ്ങൾക്ക് മുമ്പ് ഒരു അറിയിപ്പ് കൊടുത്തു. 30:11 വായിച്ചേ. പുറപ്പാട് 30:11. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. പഴയ നിയമകാലത്തെ യഹോവയായ ദൈവം നേരിട്ട് മോശയ്ക്ക് കൊടുത്തൊരു കൽപ്പനയാ, നിങ്ങളുടെ ജനസംഖ്യ എടുത്താൽ ഒരു കാര്യം ചെയ്യണം. അടുത്ത വാക്യം വായിച്ചേ. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കെൽ കൊടുക്കണം. 1/2 ശേക്കെൽ കൊടുക്കണം. അടുത്ത വാക്യം. ശേക്കെൽ എന്നത് 20 ഗേര. അടുത്ത വാക്യം. ആ 1/2 ശേക്കെൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. അടുത്ത വാക്യം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുമുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കെലിൽ അധികം കൊടുക്കരുത്. ധനവാൻ 1/2 ശേക്കെലിൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ധനവാനും ദരിദ്രനും 1/2 ശേക്കെൽ കൊടുക്കണം. 3500 വർഷം മുമ്പ് പറഞ്ഞതാ. ഇപ്പോൾ യഹൂദ റബിമാർ ഗവൺമെന്റിനോട് പറയുന്നു, നമ്മുടെ മശിഹ വരാൻ പോകുന്നു. മശിഹ വന്ന നമ്മുടെ രാജ്യം രാജാവായിട്ട് വരുമ്പോൾ നമുക്ക് ജനസംഖ്യ എടുക്കണം. എത്ര യഹൂദന്മാരുണ്ടെന്ന് അങ്ങനെ എടുക്കണമെങ്കിൽ ആ പഴയ നിയമത്തിലെ കൽപ്പന പ്രകാരം 1/2 ശേക്കെൽ കൊടുക്കുവാൻ നമ്മുടെ രാജ്യത്തിൽ 1/2 ശേക്കെൽ തുട്ടില്ല. അത് നിങ്ങൾ പ്രിന്റ് ചെയ്യണം. ഗവൺമെന്റ് തത്രപ്പാടിൽ 1/2 ശേക്കെൽ നാണയം പ്രിന്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്തിന്? മശിഹയെ സ്വീകരിക്കാൻ. എന്റെ കർത്താവ് പറഞ്ഞു, എന്നെ ഇന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിൽ മറ്റൊരുത്തൻ എതിർ ക്രിസ്തു മശിഹയാണെന്ന് പറഞ്ഞ് ലോകത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ അവനെ സ്വീകരിക്കാൻ യഹൂദൻ ഒരുങ്ങുന്നെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ദൈവമക്കളെ നാം ഒരുങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതി മാറിയില്ലേ? എന്തുകൊണ്ട് ഈ പ്രകൃതി മാറി? എന്തുകൊണ്ട് ചൂട് വർദ്ധിക്കുന്നു? ദൈവത്തിന്റെ കോപം ഭൂമിയിൽ വരുമ്പോൾ ഈ കാലാവസ്ഥ ദൈവം മാറ്റും. വാക്യങ്ങൾ വായിക്കേണ്ട. കർത്താവ് പറഞ്ഞു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രത്തിലും ലക്ഷ്യമുണ്ടാകും. ലൂക്കോസ് 21:25. അങ്ങനെയാണെങ്കിൽ ഒറ്റ സംഭവം മാത്രം ഞാൻ പറയട്ടെ. നിങ്ങൾക്കറിയാം ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഈ ചൂടിങ്ങനെ കൂടുന്ന ലോകം മുഴുവൻ. സൂര്യൻ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ ഒരു സെക്കൻഡിൽ 6000 ഡിഗ്രി ചൂടിൽ തിളയ്ക്കുന്ന സൂര്യൻ. ആ സൂര്യന് 3 ഭാഗമാണ്: ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ശാസ്ത്രലോകം കണ്ടുപിടിച്ചു സൂര്യന്റെ അകത്തെ അതിശക്തമായ ആളിക്കത്തൽ. അതിന് പറയുന്ന പേരാണ് CME, കൊറോണൽ മാസ് ഇജക്ഷൻ. ആളിക്കത്തൽ നടക്കുന്നു. ആ സൂര്യൻ, ശ്രദ്ധിച്ച് നിങ്ങൾ എന്നെ കേൾക്കുക, സൂര്യൻ കണ്ടമാനം ആളിക്കത്തുന്നു. അതുകൊണ്ടാണ് ചൂട് കൂടുന്നത്. അടുത്തത് ശാസ്ത്രലോകം. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സോളാർ സയന്റിസ്റ്റ് ഡോക്ടർ ഫ്രാങ്ക് ഹിൽ. അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പേപ്പർ കട്ട് എൻ്റെ ഇരിപ്പുണ്ട്. അദ്ദേഹം 7-8 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഈ ആഗോള താപനം ഇതുപോലെ കൂടിയാൽ ഭാവിയിൽ ഈ സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകും. നോക്കിക്കേ, നടന്ന സംഭവം നടക്കാൻ പോകുന്നതെന്ന് പറയാം. നടക്കാൻ പോകുന്നത് കർത്താവിന്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോൾ. വായിക്കാം. വെളിപ്പാട് 6:12 വായിച്ച്. അടുത്ത ആക്ഷനാ. ഒന്നാമത്തെ ആക്ഷൻ കൊറോണ കൊണ്ട്, അന്നത്തെ കൊറോണ കൊണ്ട് 4-1 ആളുകളെ മരിച്ചു പോകും. രണ്ടാമത്തെ ആക്ഷൻ വെളിപ്പാട് 6:12 വായിക്കാം. വെളിപ്പാട് 6:12. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. കറക്കുമോ?
നമ്മുടെ തലമുറയിൽ ദൈവം അത് കാണിച്ചു തന്നു. വെറും 3.5 വർഷങ്ങൾക്ക് 4 വർഷങ്ങൾക്ക് മുൻപേ 2018, ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പം 2018 ജാനുവരി പകുതി മുതൽ ഫെബ്രുവരി വരെ 40 ദിവസം സോവിയറ്റ് റഷ്യയുടെ അന്റാർട്ടിക്കയോട് ചേർന്ന് കിടന്ന പ്രദേശങ്ങളിൽ മുഴുവൻ 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. പോളാർ എഫക്റ്റ് എന്ന് പറയും. 40 ദിവസം ഇരുണ്ട് കിടന്നു. ചെടികളെല്ലാം വാടി, പൂക്കളെല്ലാം പോയി. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരത്തിലെ തൊലിയിൽ മീനിന്റെ ചെതുമ്പൽ പോലെ പൊരി പൊങ്ങി. 40 ദിവസം അവിടെ സൂര്യൻ ഉദിച്ചില്ല. 41ാം ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ആഹ്ലാദത്താൽ വൃദ്ധന്മാരും യുവാക്കളും യുവതികളും ഡാൻസ് ചെയ്ത് സൂര്യനെ സ്വീകരിക്കുന്ന ചിത്രം ഞാൻ കണ്ടു. അത് 2018 തമ്പുരാൻ നിഴല് കാണിച്ചെങ്കിൽ ഈ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ ഈ സൂര്യൻ ഉദിക്കത്തില്ല. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് അതിനു മുമ്പ് നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. സൂര്യനെ സമുദ്രത്തെക്കുറിച്ചെല്ലാം പറയാൻ വളരെ കാര്യങ്ങളോട് ഞാൻ നിർത്തിട്ട് ഒറ്റ സന്തോഷ വർത്തമാനം പറയാം. ദൈവമക്കളെ, ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. ഒരു ട്രെയിൻ ഇവിടെ ഇതിലെ ട്രെയിൻ പോകുന്നില്ല. എൻ്റെ വീടിനടുത്തൂടെ ട്രെയിൻ പോകുന്നുണ്ട്, എനിക്കറിയാം. കോട്ടയം വിടുമ്പോഴേ ശ്രദ്ധിച്ചാൽ കുലുക്കം കേൾക്കാം. കോട്ടയത്ത് 6 കിലോമീറ്റർ അകലെയാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു സ്റ്റേഷനും ഉണ്ട്, ചിങ്ങവനം. പക്ഷേ കോട്ടയത്ത് നിന്ന് വണ്ടി വിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ കിടുകിടാതൊരു ശബ്ദം കേൾക്കാം. എന്നാ അറിയോ? നമ്മുടെ വീട്ടിലോട്ടൊന്നുമല്ല, ആ ട്രെയിൻ പോകുന്നതിൻ്റെ ശബ്ദമാണ്. വേണ്ട, ഇവിടെ ഒരു കയറ്റം കയറി ഒരു ലോറി കയറി വരട്ടെ. ഈ നാട്ടിൽ വണ്ടി കയറ്റം കയറി വരുമ്പോഴേ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? ദൂരെ നിന്നൊരു ബസ് വന്നാൽ ശബ്ദം കേൾക്കുന്നില്ലേ? എനിക്ക് വളരെ സന്തോഷം. ശാസ്ത്രലോകത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണമുണ്ട്, LIGO എന്നാണ് അവരുടെ ഓമന പേര്. ലേസർ ഇൻഫ്രാമീറ്റർ ലാബിക്സേഷൻ ഒബ്സർവേറ്ററി എന്ന് പറയും. ആകാശത്തിലെ പ്രപഞ്ചത്തിലെ ചലനങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നതാ, അളക്കുന്നതാ LIGO. അവരതിൽ കൂടി ഒരു കാഴ്ച കണ്ടത് കേൾക്കണമോ? നമ്മുടെ ഈ ആകാശത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും LIGO കണ്ടുപിടിച്ചതാ. സകല തരംഗങ്ങളെ മാറ്റിക്കൊണ്ട് എന്തോ ഒന്ന് വരാൻ പോകുന്നു. ഭൂമിയുടെ വടക്കു ഭാഗത്തു നിന്നും ആകാശത്തിൻ്റെ വടക്കു ഭാഗത്തു നിന്നും എന്തോ ഒന്ന് ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു എന്ന് LIGO കണ്ടുപിടിച്ചെങ്കിൽ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാണ്. തൻ്റെ രക്തം കൊണ്ട് തരംഗങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ ഏറ്റവും വേഗം എടുക്കപ്പെടാൻ ഒരുങ്ങിക്കൊള്ളുക ദൈവമക്കളെ. എത്ര സന്തോഷം! ആ രൂപം നമ്മുടെ കൊലോസ്യർ 3:3 പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, സകല ശരീരവും ഒരുപോലാകും. വെളുത്ത സായിപ്പും കറുത്ത ഇന്ത്യക്കാരനും മഞ്ഞ ജപ്പാൻകാരനും എല്ലാം തേജസ്സിന്റെ ശരീരം കിട്ടും. ഹല്ലേലൂയ! അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുവാൻ അവനോട് സദൃശന്മാരാകും. ഇതിനെ ടിക്കറ്റ് എടുക്കാതെ പോകാനൊക്കത്തില്ല. ട്രെയിനിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം, ബസ്സിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വേണം, സ്വർഗത്തിൽ പോകണമെങ്കിലും ടിക്കറ്റ് വേണം. പക്ഷേ ട്രെയിനിൻ്റെ ടിക്കറ്റിനൊക്കെ ഭയങ്കര ചാർജാണ്, പ്ലെയിൻ ടിക്കറ്റിന് അതിനേക്കാൾ ചാർജാണ്. എന്നാൽ സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റിന് ഒന്നും കൊടുക്കണ്ട. ആ ടിക്കറ്റിൻ്റെ പേരാണ് രക്ഷ. ദൈവത്തിൻ്റെ സ്നേഹം നോക്കിക്കേ. ജാതിയില്ല, മതമില്ല, നിറമില്ല, പണമല്ല, സൗന്ദര്യമല്ല. ഹൃദയത്തെ തുറന്നാൽ ഈ ടിക്കറ്റ് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ഈ തലമുറയിൽ എൻ്റെ കർത്താവ് ആകാശത്തിൽ വരും, തനിക്കായി കാത്തിരിക്കുന്ന ഭക്തന്മാരെ ചേർക്കും. ക്ഷീണിച്ചിരിക്കുന്ന മിത്രമേ, രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദര, കടഭാരത്താൽ ഞെരുങ്ങുന്ന അമ്മച്ചി, ഓർത്തുകൊള്ളുക, ഇതെല്ലാം മാറാൻ പോവുക. ക്രിസ്തുവുമായി ബന്ധമില്ലാതെ ലോകത്തിൻ്റെ മോഹത്തിൽ ഓടി നടന്ന് സകലതും നഷ്ടപ്പെട്ട യുവാവേ, യൗവനം സാത്താൻ ഊറ്റിക്കുടിച്ച് തകർന്നിരിക്കുന്ന യുവാവേ, യുവതി, ജീവിതത്തിന്റെ വഴിവിട്ട ജീവിതത്തിൽ തകർന്നവനെ, ഇന്ന് യേശു നിന്നെ വിളിക്കുന്നു. രക്ഷയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരും. നിരാശയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഭാരമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്നൊരു സദ്വർത്തമാന ദിവസം അവനിതാ മേഘാരൂഢനായി വരുന്നു. കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കും. പാപങ്ങൾ കഴുകുവാൻ ലോകത്തിൽ വേറെ ഒരു മാർഗവുമില്ല. ഏകമാർഗം യേശുവിൻ്റെ രക്തം. അത് തികച്ചും സൗജന്യം. അത് അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ. അനുഭവിച്ചോളന്ന് കരങ്ങളെ ഓർത്ത് സ്തുതിച്ചാട്ടെ.
ഇന്ന് രാത്രി ശാന്തമായി, എനിക്കറിയാം ഞാൻ 10 മിനിറ്റ് കൂടുതലെടുത്തു, എങ്കിലും നിങ്ങളെന്നെ ശ്രദ്ധിച്ചല്ലോ. നിരാശയോടുകൂടി വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സമർപ്പിച്ചാൽ നിന്റെ ജീവൻ നിത്യജീവനായി ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഈ ലോകത്തിലെ ജീവിതം ഏറെയായാൽ 80, അത് കഴിഞ്ഞാലോ എങ്കിൽ നിത്യജീവൻ അളവില്ല, എണ്ണമില്ല. യുഗായുഗം ക്രിസ്തുവിനോട് സ്വർഗത്തിൽ തേജസ്സിൽ കൊടുക്കേണ്ടത് രൂപയല്ല, ഹൃദയം തുറന്നാൽ മതി. മനസ്സ് തുറന്നാൽ സ്വർഗമകത്ത് കയറും. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. സുഹൃത്തെ, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരാ, ഈ നാട്ടിലുള്ള യുവതി, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ വിളിക്കുന്നു. നിരാകരിച്ചാൽ നീ ദുഃഖിക്കേണ്ടി വരും. കാരണം പിശാച് ഭരിക്കും, പാപം കുമിഞ്ഞുകൂടും. ദാനിയേൽ 7:25 അവൻ കൊണ്ടുവരുന്ന നിയമം. അത് തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടെ പറഞ്ഞാൽ നിർത്താം. അവൻ നിയമം മാറ്റും. അതിൻ്റെ ആരംഭം കേരളം മുതൽ, നിങ്ങളുടെ നാട് മുതൽ, അമേരിക്ക വരെ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ നാട് മുതൽ നിയമം മാറ്റും. ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഡിസംബർ 25-നാണ്. പക്ഷെ 1-ാം തീയതി ആകുമ്പോഴേ സ്റ്റാറൊക്കെ തൂക്കുകയല്ലേ. ഓണം ആഘോഷിക്കുന്നതിന് 10 ദിവസം അത്തപ്പൂടും. ഇതുപോലെ അവൻ്റെ ഒരു നിയമം അവൻ മാറ്റാൻ പോവുക. ദാനിയേൽ 7:25 നിയമം മാറ്റും. ഏത് നിയമം? പറയാതിരിക്കാൻ തരമില്ല, പറഞ്ഞില്ലെങ്കിൽ കുറ്റം എൻ്റെ മേൽ വരും. അതുകൊണ്ട് പറയുക, ലോകത്തിൽ ഒരു ഗവൺമെൻറ്റും പാസ്സാക്കാത്ത ഒരു നിയമമുണ്ട്, ഒരു മതവും പാസ്സാക്കാത്ത ഒരു നിയമം, ഒരു സഭയും പാസ്സാക്കാത്ത ഒരു നിയമം. മറ്റൊരു കാര്യം, സകലരും അനുസരിക്കുന്നു. ധനവാനും ദരിദ്രനും കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാമരനും ദരിദ്രനും യാചകനും നിയമം അനുസരിച്ചുകൊണ്ടിരുന്നു. ഇനിയും സമൂഹം വെറുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. തീവ്രവാദികൾ, കൊള്ളക്കാർ, തീവട്ടിക്കൊള്ളക്കാർ, വ്യഭിചാരികൾ, മോഷ്ടാക്കൾ, ഇവരൊക്കെ സമൂഹം വെറുക്കുന്നവരാ. അവരും ഈ നിയമം അനുസരിച്ചു കൊണ്ടിരുന്നു. ഒരു ഗവൺമെന്റും പാസ്സാക്കിയതല്ല. ദൈവത്തിൻ്റെ ശ്വാസത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ അവൻ്റെ മനസ്സിൽ നിന്നും വന്ന നിയമം പ്രായമായപ്പോൾ സാഹചര്യവും അറിവും കൊണ്ട് വർദ്ധിതമായ ഒരു നിയമം. അതിൻ്റെ മലയാളമാണ് ധാർമ്മിക നിയമം, ഇംഗ്ലീഷ് മോറൽ ലോ. എന്താണെന്നറിയാമോ? പച്ചയ്ക്ക് പറയാം, കാരണം ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. 9 മാസം ഗർഭം ധരിച്ചു വേദനയോടെ പ്രസവിച്ച് പാല് കൊടുത്ത് ഓമനിച്ചു വളർത്തിയ മകൻ, ആ മകൻ പ്രായപൂർത്തിയായ ഒരു യുവാവായാൽ ആ യുവാവിനെ ഒരമ്മയ്ക്ക് എങ്ങനെ കാണാം? ആ യുവാവിന് അമ്മയെ എങ്ങനെ കാണാം? ഏതെങ്കിലും ഗവൺമെൻറ് പാസ്സാക്കിയതാണോ? സ്വന്തം രക്തത്തിൽ ജനിച്ച ഒരു മകൾ, സ്വന്തം കൈകൊണ്ട് അപ്പൻ കുഞ്ഞിനെ വളർത്തി, മൂത്രവും എടുത്തു, യൂറിനും മോഷനും എല്ലാം ക്ലീനാക്കി, പാമ്പറും കിട്ടി, ഉമ്മ കൊടുത്ത് മടിയിലൊരു മകളെ ഒരപ്പൻ വളർത്തുന്നു. ആ പെൺകുഞ്ഞെ വളർന്ന് ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ ഈ അപ്പൻ ഈ മകളെ എങ്ങനെ കാണാം? ഏതെങ്കിലും ഗവൺമെൻറ് പാസ്സാക്കിയതാണോ? അല്ല. ഈ നിയമം നമ്മുടെ നാട്ടിൽ മാറിയില്ലേ? സ്വന്തം മക്കളെ ഗർഭവതിയാക്കിയ പിതാക്കന്മാരില്ലേ? സ്വന്തം മക്കളെ ഗർഭവതിയാക്കിയ പിതാക്കന്മാരില്ലേ? ലോകത്തിലെ പ്രസിദ്ധമായ ഒരു രാജ്യം, പേര് ഞാൻ പറയത്തില്ല, അമേരിക്കയൊന്നുമല്ല, വേറൊരു രാജ്യത്ത് ഞാൻ ഒരാഴ്ചത്തെ മീറ്റിങ്ങിന് പോയി തിരിച്ചു പോരാൻ നേരത്തെ എന്നോട് പറഞ്ഞു, സാറിനോടുള്ള ആദരവിന് സാറിനെ ഞങ്ങളൊരു മാളിൽ കൊണ്ടുപോയി സാറിന് ഇഷ്ടമുള്ളൊരു ഷർട്ട് എടുത്ത് തരാം. ഞാൻ പറഞ്ഞു, സഹോദരന്മാർ, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും നിങ്ങളുടെ ബഹുമാനത്തിന് ഞാൻ വരിക എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോകുമ്പം എൻ്റെ കൂടെ 2 പേരുണ്ട് സഭയിലെ, ഒരു പാസ്റ്ററും വേറൊരു സഹോദരനും, ഒരു ഫാമിലി പോകുന്നു വെളുമ്പര. എന്നോട് ചോദിച്ചു, സാറേ എഴുത്തുകാരനും ചിന്തകനൊക്കെയാണല്ലോ, ആ പോകുന്ന ഫാമിലിയെ നോക്കിയിട്ട് വല്ല പ്രത്യേകതയുണ്ടോ? ഞാൻ നോക്കിച്ച് പറഞ്ഞു, എൻ്റെ നോട്ടത്തിൽ ആ പെണ്ണിന് ഇച്ചിരി പ്രായക്കൂടലാണ്, ചെറുക്കന് ഇച്ചിരി എളുപ്പമാണ്, വല്ല പ്രേമക്കല്യാണവും ആയിരിക്കും, 2 ആഴ്ച കഴിയുമ്പോൾ ഇട്ടേച്ചും പോകുമെന്ന് ഞാൻ പറഞ്ഞു. അവരെന്നോട്, എൻ്റെ സാറേ കഴിഞ്ഞ ചൊവ്വാഴ്ച രജിസ്റ്റർ കല്യാണം, മകൻ അമ്മയെ കല്യാണം കഴിച്ചു. എന്തുകൊണ്ട് ഈ ശൂന്യമാക്കി നമ്മൾ അയച്ചതാ? ദാനിയേൽ 7:25 പറയുന്നു, അവൻ നിയമം മാറ്റും, അവൻ ഭരിക്കുമ്പോൾ ആർക്കും ആരെയും വിവാഹം കഴിക്കാം, അപ്പന് മകളെ, അമ്മയ്ക്ക് മകനെ. അങ്ങനെ ഒരു നിയമം വരുമെങ്കിൽ അതിന്റെ നിഴലായിട്ട് ലോകത്തിൽ കേരളം മുതൽ അമേരിക്ക വരെ പത്രവാർത്തയില്ലേ? ഇതെന്താ കാര്യം? ഇതിന്റെ അർത്ഥം പിശാച് ഭരിക്കാൻ പോകുന്നു. ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ അപകടത്തിൽ നിന്നും തന്നെ ആരാധിക്കുന്നവരെ ഒഴിച്ചു മാറ്റണം. ഈ അപകടത്തിൽ ദൈവമക്കൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അവരെ ഒഴിച്ചു മാറ്റാൻ എൻ്റെ കർത്താവ് വരും.